അഭിനയിച്ച പ്രകാശ് വർമ്മ. അദ്ദേഹം അദ്ദേഹം പുതുതായിട്ട് വന്നേക്കണ ഒരു പുതുമുഖ നടനാണ്. അതായത് ഇതുവരെ ഒരു സിനിമയിലോ മറ്റുള്ള ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്. എന്ന് വെച്ചാൽ പല പ്രമുഖ പരസ്യങ്ങളും സംവിധാനം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് നമ്മുടെ തുടരും എന്നുള്ള ചിത്രം. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിനയം ഒന്ന് എടുത്തു പറയാൻ, വില്ലനിസം എന്ന് പറഞ്ഞാൽ കട്ട വില്ലനിസം, അടാറ് വില്ലനിസം. എൻ്റെ പൊന്നു മോനെ, സീനിയർ ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അത്തരത്തിൽ ആ ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് രഞ്ജി പണിക്കറുടെ ഒക്കെ ആ ഫിഗർ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് പുള്ളിയുടെ. പിന്നെ വോയിസ് കൊണ്ടും ഷമ്മി തിലകൻ്റെ വോയിസിൽ ആ ഒരു എന്താ പറയുക, രഞ്ജി പണിക്കറിൻ്റെ ഫിഗറിൽ ഒരു ശരീരവും എല്ലാം കൊണ്ടും ലാലേട്ടന് മുന്നിൽ കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ. അതും ഈ ഒരു പടത്തിൻ്റെ വലിയൊരു പോസിറ്റീവാണ്. കാരണം നായകനൊത്ത എതിരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വില്ലനെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇദ്ദേഹത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും പാൻ ഇന്ത്യൻ സിനിമകളിലൊക്കെ വില്ലനായിട്ട് അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ പോയിരുന്ന് കാണാം. ടിക്കറ്റ് കാശ് വസൂലാണ്. പിന്നെ ആ ഒരു ദൃശ്യം, ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു ഭയങ്കര എൻഗേജിങ് ആണ് പടം. തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടത്തിൻ്റെ പോക്ക് ഇതിങ്ങനെയാണ്, മേപ്പോട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെ ആ ഒരു അവസാനിക്കുമ്പോൾ മോഹൻലാൽ തുടരും എന്നൊക്കെ കാണുമ്പോണ്ടല്ല എൻ്റെ മോനെ, ഈ ഒരു ലാലേട്ടനാണ് നമ്മൾ ആഗ്രഹിച്ചത്. എന്തായാലും തരുൺമൂർത്തി വളരെ നന്ദി ഞങ്ങൾക്ക് ഈ ഒരു ലാലേട്ടനെ സമ്മാനിച്ചതിന്. പിന്നെ എന്താ പറയുക, ഇതുപോലുള്ള ചിത്രങ്ങൾ ഇപ്പം ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞ പോലെ തന്നെ തരുൺമൂർത്തിയോട് ഒരു ഇൻ്റർവ്യൂവിൽ തരുൺമൂർത്തി പറയുകയുണ്ടായിരുന്നു, പുതിയതായിട്ട് വരുന്ന ഡയറക്ടേഴ്സ്, അതായത് മോഹൻലാലിനെ സമീപിക്കുന്ന ഡയറക്ടേഴ്സ് എല്ലാം മോഹൻലാലിൻ്റെ ലോകത്തിലോട്ടാണ് വരുന്നത്. അതായത് ലാലേട്ടൻ്റെ ആ ഒരു മുണ്ട് മടക്കി കുത്തിയുള്ള ഇടിയും മീശ പിരിയും ആ ഒരു സ്റ്റൈലും ഇതും. പക്ഷെ തരുൺമൂർത്തിയോട് ആൻ്റണി പറഞ്ഞേക്കണത് തരുണിൻ്റെ ലോകത്തിലോട്ട് നമ്മുടെ ലാലേട്ടനെ കൊണ്ടുവരണം, ഒരു ആക്ടറായിട്ട്, ഒരു പെർഫോമറായിട്ട്.